നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 32 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിശറിന് ഒരു സങ്കേതവും ആയി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും. അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല. ഭോഷൻ ഭോഷത്വം സംസാരിക്കും, വഷളത്വം ചെയ്തും യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും. വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹം ഉള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേടും പ്രവർത്തിക്കും. ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റ് നിൽക്കുന്നു. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റെന്റെ വാക്ക് കേൾപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എന്റെ വചനം ശ്രദ്ധിപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറനാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയില്ല. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ. വസ്ത്രം ഉരിഞ്ഞ് നഗ്നരാകുവീൻ, അരയിൽ രട്ട് കെട്ടുവീൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്തടിക്കും. എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളക്കും. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായിരിക്കും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും. എന്റെ ജനം സമാധാന ദിവസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. എന്നാൽ വനത്തിന്റെ വീഴ്ചയ്ക്ക് കന്മഴ പെയ്യുകയും നഗരമശേഷം നിലംപരിചാകുകയും ചെയ്യും. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. യെശയ്യാപ്രവചനം 32 അധ്യായം. 31 അവസാനത്തിന്റെ തുടർച്ചയായി ദൈവരാജ്യത്തിന്റെ വിശദീകരണങ്ങളാണ്. യുദ്ധങ്ങൾക്കും കെടുതികൾക്കും ശേഷം ദൈവം ഇസ്രായേലിന് നൽകുന്ന അഭിവൃദ്ധിയെയാണ് ദൈവരാജ്യത്തോട് തുലനം ചെയ്തിരിക്കുന്നത്. ന്യായവിധി ഉണ്ടാകുമെന്ന് പ്രവചിച്ച പ്രവാചകരുടെ വാക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാതെ സ്വൈരമായിരിക്കുന്ന ഇസ്രായേലിലെ സ്ത്രീകളെ ശാസിച്ചുകൊണ്ടാണ് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കുടുംബിനികൾക്ക് മക്കളെ കൂട്ടിയും അയൽക്കാരെ കൂട്ടിയും പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവം അതിനെ വിലമതിക്കും. ദേശത്ത് ഉണർവുണ്ടാക്കാൻ സ്ത്രീകളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അഹരോനും മോശയും പുരുഷന്മാരുടെ മധ്യേ പ്രവർത്തിച്ചപ്പോൾ മിരിയാം സ്ത്രീകളെ ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് ചെങ്കടൽ കടന്ന ഉടനെ തപ്പെടുത്തവർക്ക് പാടി സ്തുതിക്കാനായി സാധിച്ചത്. അതുപോലെ ദബോര ന്യായാധിപന്മാരുടെ കാലത്ത് പ്രവചിച്ച് ആളുകളെ ഉണർത്തി. അതുകൊണ്ട് ഇസ്രായേലിന് വലിയ വിജയം ഉണ്ടാകാൻ ഇടയായി. അതായത് കനാന്യ രാജാവായ യാബീൻ, അവന്റെ സേനാനായകനായ സീസര ഏതാണ്ട് 900 ഇരുമ്പ് രഥങ്ങളോടുകൂടെ വന്ന സമയത്താണ് ദബോര പ്രവചിച്ച് ആളുകളെ ധൈര്യപ്പെടുത്തുകയും അതുപോലെ യുദ്ധത്തിനായിട്ട് പോവുകയും ചെയ്തത്. വലിയ വിജയം അന്നുണ്ടായത് ഈ സഹോദരി അല്ലെങ്കിൽ സഹോദരിമാർ നിമിത്തമാണ്. ഹന്നയുടെ പ്രാർത്ഥനയാണ് ശമൂവേലിന്റെ രംഗപ്രവേശത്തിന് കാരണം. പക്ഷേ അക്കാലത്തെ ഇസ്രായേലിലെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി നടക്കുകയായിരുന്നു. അവരോട് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ചാക്കുശീല ഉടുത്ത് ഉപവസിക്കാനാണ്.
അതാണ് നഗ്നരാകുവീൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. കാരണം അവർക്കറിയാൻ പോവുകയാണ്, അവർ വിതച്ചു പണിത വയലുകളും തോട്ടത്തിലെ ഫലങ്ങളും ശത്രുക്കൾ അപഹരിക്കാൻ പോവുകയാണ്. അത് കണ്ടവർ മാറത്തടിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ വലിയ പട്ടിണിയിലും നാശത്തിലുമാകാൻ പോവുകയാണ്. 1 വർഷം കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നായിരുന്നു പ്രവചനം. അതാണ് നാം 10-ാം വാക്യത്തിൽ വായിച്ചത്. എന്നാൽ 15-ാം വാക്യത്തിൽ പറയുന്നത്, പ്രാർത്ഥിച്ചാൽ ദൈവം ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകർന്ന് ഉദ്ധാരണം നൽകും, അതിനാൽ ദൈവജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരും എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത് സഭയെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടെയാണ്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകർന്നത് പെന്തക്കോസ്ത് നാളിലാണ്. അതിനുശേഷം വലിയ ഉണർവ് ആദ്യം യഹൂദന്മാരുടെ മധ്യേ ഉണ്ടായി, പിന്നീട് പ്രജാതികളുടെ മധ്യേ ഉണ്ടാകാൻ ഇടയായി. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ ഇടയായി. യേശു ദൈവമാണെന്നുള്ള കാര്യം അത് ലോകം മുഴുവൻ അറിയുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും അതിനാൽ ആത്മീയമായ സന്തോഷം കുടുംബങ്ങളിലുണ്ടായി. അതിനാൽ നാടുകൾ അനുഗ്രഹിക്കപ്പെട്ടു. മദ്യപാനം കുറഞ്ഞു, ആത്മഹത്യ കുറഞ്ഞു, അതുപോലെ വിഗ്രഹാരാധന, അന്യദൈവ ആരാധന ഇതെല്ലാം കുറയുവാൻ ഇടയായി തീർന്നു. വലിയ മാറ്റം ഈ ലോകത്തിന് ഉണ്ടാകാൻ അത് കാരണമായി. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭൂമിക്ക് മൊത്തം മാറ്റം വരും. സകല ശാപങ്ങളും മാറുവാനിടയാകും. ദൈവം ഈ ഭൂമിയെ കൂടെ വീണ്ടെടുക്കും. അതുപോലെ ജീവജാലങ്ങൾക്ക് മാറ്റമുണ്ടാകും. വലിയ വിളവ് അല്ലെങ്കിൽ വലിയ സമൃദ്ധി ഉണ്ടാകാനിടയാകും. അന്ന് നമ്മൾ വായിച്ചു, മുടന്തൻ തുള്ളിച്ചാടും, അവന് ആളുകളുടെ കണ്ണിനി കുരുടന്മാരുടെ കണ്ണ് അടഞ്ഞിരിക്കുകയില്ല. 3-ാം വാക്യം, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും, അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം പ്രാപിക്കും, വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും, പോഷനെ ഇനി ഉത്തമനെന്നാരും വിളിക്കയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയില്ല, പോഷൻ പോഷത്വം സംസാരിക്കും, വഷളത്വം ചെയ്ത് യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവൻ്റെ ഹൃദയം നീതികേടും പ്രവർത്തിക്കും. ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. ഉത്തമന് ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൽ യാതൊരു അനീതിയും ഉണ്ടായിരിക്കുകയില്ല. അർഹമായ സകല അനുഗ്രഹങ്ങളും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കാൻ ഇടയാകും എന്നാണ്. ശത്രുക്കളായ അശൂരിനെയും ദൈവം തറപറ്റിച്ച് ഇസ്രായേലിനെ തുള്ളിച്ചാടുവാൻ ഇടയാക്കും. 1-ാം നൂറ്റാണ്ട് മുതൽ യഹൂദരും പുറജാതികളും ആത്മീക അനുഗ്രഹം അനുഭവിച്ച് തുള്ളിച്ചാടുകയാണ്. അതൊരു സൂചന മാത്രം. ദൈവരാജ്യത്തിലാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് കാണാനായി കഴിയുന്നത്. അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ, അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. എൻ്റെ ജനം സമാധാന ദിവസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമായും വിശ്രമസ്ഥലങ്ങളിലും പാർക്കും. എന്നാൽ വനത്തിൻ്റെ വീഴ്ചയ്ക്ക് കന്മഴ പെയ്യുകയും നഗരമശേഷം നിലംപരിചാകുകയും ചെയ്യും. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ പ്രകൃതിക്കുണ്ടാകുന്ന ആ വലിയ മാറ്റം, അതിന് ശാപമോക്ഷം ഉണ്ടാകുന്നു. അതാണ് അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും കാലമടുത്തു. നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ദുഃഖങ്ങൾ മാറാറായി, നമുക്ക് ഭീതി മാറാറായി, നമുക്ക് സന്തോഷം, നിത്യാനന്ദം അനുഭവിപ്പാറായി. കർത്താവ് നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.